നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന പ്രിയ കുഞ്ഞപ്പൻ അങ്കിള് നമ്മെ വിട്ട് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. നമ്മളെല്ലാവരും കേട്ടതുപോലെയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെയും പ്രിയ അങ്കിള് ഒരു സൗമ്യനായ വ്യക്തിയാണ്. അതുപോലെ സഭയോടുള്ള ബന്ധത്തിൽ അദ്ദേഹം വളരെ സജീവമായിട്ട് സഭാ കാര്യങ്ങളിൽ ഉത്സാഹത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും തൻ്റെ ശാരീരികമായ പരിമിതികൾക്കപ്പുറമായി നിന്നുകൊണ്ട് ഉത്സാഹത്തോടെ താൻ യാത്ര ചെയ്യുകയും പ്രത്യേകിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥതയോടെ എല്ലാ ഇടങ്ങളിൽ വരികയും പോവുകയൊക്കെ ചെയ്ത പ്രിയ കുഞ്ഞപ്പൻ അങ്കിളിനെ കുറിച്ചുള്ള സാക്ഷ്യം ഏറ്റവും അനുഗ്രഹീതമായത് തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സഭയോടുള്ള ബന്ധത്തിൽ നല്ല ഒരു അംഗത്തെയാണ് മാനുഷികമായ വാക്കുകളിൽ പറഞ്ഞാൽ നഷ്ടപ്പെട്ടത്. നല്ലൊരു പിതാവിനെ, നല്ലൊരു ഭർത്താവിനെ പ്രിയ ആൻറ്റിക്കും മകനും മകൻ്റെ കുടുംബത്തിനും ഒക്കെ നഷ്ടപ്പെട്ടു. കുടുംബാംഗങ്ങൾക്ക് നല്ലൊരു സഹോദരനെ നഷ്ടപ്പെട്ടു. എന്നാൽ കർത്താവിൻ്റെ ദാസന്മാരിവിടെ ഓർമ്മിപ്പിച്ചതുപോലെ താനൊരു നിത്യവിശ്രമത്തിലേക്ക്, ദുഃഖങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത, അസ്വസ്ഥതകളും രോഗങ്ങളൊന്നുമില്ലാത്ത ഒരു ഇടത്തേക്ക് താൻ വിശ്രമത്തിനായിട്ട് കർത്താവ് തന്നെ വിളിച്ചു എന്നുള്ളതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസപ്രകാരം നമുക്ക് കർത്താവിൻ്റെ ദാസൻ്റെ മരണത്തിൽ ആശ്വസിക്കുവാനും പരസ്പരം ആശ്വസിപ്പിക്കുവാനും ഇടയാകുന്നുവല്ലോ. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. എൻ്റെ വാക്കുകൾ ഇവിടെ അധികമാക്കുന്നില്ല, കാരണം ദൈവദാസന്മാരെല്ലാം പല നിലവാരങ്ങളിൽ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അതെല്ലാം നമുക്ക് ആശ്വാസമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് മാനുഷികമായ ദുഃഖമുണ്ടെങ്കിലും ക്രിസ്തീയ വചനങ്ങളെ കൊണ്ട് അപ്പോസ്തലന്മാർ നമ്മളോട് പറഞ്ഞതുപോലെ ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് അന്യോന്യം ആശ്വസിപ്പിക്കാം. നാം ഒരിക്കൽ കർത്താവിൻ്റെ ദാസനെ, കുഞ്ഞപ്പനങ്ങളിനെ തൻ്റെ മഹത്വമുള്ള ശരീരവുമായിട്ട്, തേജസ്സുള്ള ശരീരവുമായിട്ട്, ദ്രവത്വമില്ലാത്ത ശരീരവുമായിട്ട്, തേജസ്സുള്ള ശരീരവുമായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയാകും. അന്ന് നാം പ്രിയ കർത്താവിൻ്റെ ദാസനോട് ഒരുമിച്ച് നിത്യതയിൽ ഒരുമിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. ഈ മരണം നമ്മെ എല്ലാവരെയും നാമും ഒരിക്കൽ മരിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയും ഈ ലോകത്തിലെ ജീവിതം അർത്ഥപൂർണമായി ജീവിക്കുവാൻ ദൈവം നൽകിയ ഈ ജീവിതം, നമ്മുടെ ഈ ആയുസ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ചിന്തിക്കാനുള്ള ഒരു സമയമാണ്. വേദപുസ്തകത്തിലെ ഒരു സംഭവം കർത്താവ് വിവരിച്ചത് ഇങ്ങനെയാണ്. കർത്താവിൻ്റെ പ്രഭാഷണത്തിലൂടെ പറഞ്ഞൊരു കാര്യം, ഒരു ധനികനായ മനുഷ്യൻ മരിച്ചു, ഒരു ദരിദ്രനായ മനുഷ്യനും മരിച്ചു. ധനികനായ മനുഷ്യൻ അവന് യാതനാ സ്ഥലത്തേക്ക് പോവുകയും ദരിദ്രനായ മനുഷ്യൻ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ, അഥവാ സ്വർഗരാജ്യം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം, അവിടേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ധനികനായ മനുഷ്യൻ ധനികനായതുകൊണ്ടല്ല താൻ നരകത്തിലേക്ക് പോയത്. ദരിദ്രനായ മനുഷ്യൻ താൻ ദരിദ്രനായതുകൊണ്ടുമല്ല താൻ സ്വർഗത്തിലേക്ക് പോയത്. അങ്ങനെ ഒരു പ്രമാണം ബൈബിളിൽ ഒരിക്കലും എവിടെയും പറയുന്നില്ല. ധനവാനും ദരിദ്രനും എല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. പക്ഷേ ആ പ്രഭാഷണം, യേശുവിൻ്റെ പ്രഭാഷണം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്കറിയാം. മോശയും പ്രവാചകന്മാരും അവിടെ ഉണ്ടല്ലോ എന്നുള്ള ആ ധനികന്റെ ആവശ്യത്തിന് മറുപടിയായിട്ട് പറയുന്ന ഒരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. അഥവാ പ്രവാചകന്മാർ, തിരുവെഴുത്തുകൾ ദൈവവചന സംബന്ധമായി നിത്യതയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ചും നരകത്തെയും കുറിച്ച് പറയുന്ന പുസ്തകവും പ്രഭാഷണവും എല്ലാം ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നവരുടെ ഇടയിലുണ്ട്. അത് നിങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് ആ പ്രഭാഷണത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ആ പ്രവാചകന്മാരുടെയും തിരുവെഴുത്തുകളുടെയും ഒക്കെ ആകത്തുക ഗ്രഹിച്ച, മനസ്സിലാക്കിയ ആ ദരിദ്രനായ ലാസർ പറുദീസയിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിത സാഹചര്യം, അദ്ദേഹം വിദ്യാഭ്യാസമുള്ളവനാണോ, ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ, അദ്ദേഹത്തിൻ്റെ ധനസ്ഥിതി എന്താണ്, അദ്ദേഹത്തിൻ്റെ സാമൂഹികമായിട്ടുള്ള ജീവിതാവസ്ഥയുടെ ആ ചുറ്റുപാടുകൾ എന്താണ്, ഇതൊന്നുമല്ല സ്വർഗരാജ്യത്തിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിക്കുന്നതിന് കാരണമാകുന്നത്. മറിച്ച് ദൈവം നിയോഗിച്ചിരിക്കുന്ന, ദൈവം അയച്ചിരിക്കുന്ന, ദൈവം നൽകിയിട്ടുള്ള ആ തിരുവെഴുത്തുകളെയും പ്രവാചകന്മാരെയും ദൈവിക സത്യങ്ങളെയും ഒരാൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ വെളിച്ചത്തിലാണ്. പ്രിയ കുഞ്ഞപ്പൻ അങ്കിൾ, നമുക്കറിയാം എത്രയോ
പരിമിതമായ ഒരു ചുറ്റുപാടിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇതൊരു ധനികനായ മനുഷ്യൻ്റെ വീടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ആ വിധത്തിലുള്ളൊരു ധനമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമായിരുന്നില്ല ആ ചുറ്റുപാടുകളും ശുശ്രൂഷകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഈ രീതികളും ചുറ്റുപാടുകളൊക്കെ വ്യത്യസ്തമായി വലിയ അലങ്കാരത്തോടെയും പ്രൗഢിയോടെയും കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, കുഞ്ഞപ്പനങ്കിൾ എവിടേക്കാണ് പോയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കുഞ്ഞപ്പനങ്കിൾ ഇന്ന് കർത്താവിനോടൊപ്പം നിത്യതയിൽ താൻ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചിരിക്കണം. ആ ഉറപ്പ് കുഞ്ഞപ്പനങ്കിളിനുണ്ടായതുപോലെ തന്നെ കുഞ്ഞപ്പനങ്കിളിനെ അറിയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. കാരണം അദ്ദേഹത്തെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിച്ച് പാപപരിഹാരം ജീവിതത്തിൽ സ്വീകരിച്ച നേടിയെടുത്ത വ്യക്തിയാണ്. അതിൻ്റെ ആ പ്രതിഫലനം തൻ്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുഞ്ഞപ്പനങ്കിൾ നമ്മുടെ മുമ്പാകെ നിശബ്ദനായി നമ്മളോട് സംസാരിക്കുന്നത് ഞാൻ സ്നേഹിച്ച, ഞാൻ സ്വീകരിച്ച, ഞാൻ ഏറ്റുപറഞ്ഞ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെയും ജീവിതത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുക. ഞാൻ ദൈവസന്നിധിയിൽ നിത്യതയിലേക്ക് പ്രവേശിച്ചതുപോലെ നിങ്ങൾക്കും അതിനുള്ള ഭാഗ്യമുണ്ടാകുമെന്ന് അദ്ദേഹം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നല്ല ജീവിത മാതൃക നമുക്കെല്ലാവർക്കും അനുകരണീയമായിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ മാതൃകകൾ, പ്രത്യേകിച്ച് ആത്മീയ മാതൃക നമുക്ക് പിന്തുടരുവാൻ ഇടയാകട്ടെ. ലോകത്തിൽ ഒരു മനുഷ്യനും പൂർണ്ണനല്ല, ഒരു ഭർത്താവും പൂർണ്ണനല്ല, ഒരു പിതാവും പൂർണ്ണനല്ല. പക്ഷേ ഈ അപൂർണതകളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ദൈവം നമ്മെ വിളിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം നമ്മുടെ മുമ്പാകെ വെച്ച ഏറ്റവും നല്ല മാതൃക തന്നെ യേശുവിനെ അനുഗമിച്ചു എന്നുള്ളതാണ്. ആ അനുധാവനം ചെയ്യാൻ കർത്താവ് നമ്മെ എല്ലാവരെയും പിന്നെയും ഇടയാക്കട്ടെ. പ്രിയ കുടുംബാംഗങ്ങളോട്, സഭാവിശ്വാസികളോട് എറണാകുളം ന്യൂ ലൈഫ് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. തീർത്തിട്ട് ഇരിക്കുകയായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നു. ജീവിതത്തിന് സ്തോത്രം. അതിനുവേണ്ടി കാത്തിരുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യാശയോടെ മരിക്കുവാൻ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. പ്രിയപ്പെട്ട സഹോദരൻ അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നു. എങ്ങനെ ഒരുങ്ങിയിരുന്നു? രക്ഷിക്കപ്പെട്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ മതിയായ നിലയിൽ ആ രക്ഷാനിർണയം പ്രാപിച്ച് വിശ്വാസ സ്നാനം കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ചെയ്ത് വിശുദ്ധ ജീവിതം നയിച്ച് സത്യത്തിൽ വാൽമാനും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നായ പ്രിയപ്പെട്ടവനാകയാൽ നമുക്കെല്ലാവർക്കും തന്നെ വേർപാടിൻ്റെ ദുഃഖമുണ്ടെങ്കിലും പ്രത്യാശയോടെ പോകാൻ സാധിക്കും. ഒരു വാക്ക് ഞാൻ ആദ്യം വായിക്കുകയാണ്. 1 കോരിന്ത്യർ അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. സഭയായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവര് ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അനേക ക്രൈസ്തവർ അനുഗ്രഹങ്ങൾ പ്രാപിച്ച സമ്പൽ സമൃദ്ധിയും രോഗസൗഖ്യവും എന്നിത്യാദി കാര്യാതകൾക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കാനായിട്ട് കർത്താവിനെ പിന്തുടരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ശരി തന്നെയാണ്. തീർച്ചയായിട്ടും യേശുവിൽ ആശ്രയിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് രോഗസൗഖ്യമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഇവിടെ പറയുന്നു എന്നാൽ ഈ ആയുസ്സിൽ മാത്രം അതൊരു താൽക്കാലികമായ കാര്യം മാത്രമാണ്. എന്നാൽ അതല്ല വിഷയം. മരണാനന്തരം ഉള്ള ജീവിതത്തെക്കുറിച്ച് വ്യക്തത വരുത്തിയതിനു ശേഷം അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഉറപ്പുള്ളത് അതാണ് പ്രത്യാശ. അപ്പോൾ നമ്മൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അനിഷ്ടന്മാരത്രയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരായിട്ട് ഞാൻ ഒരു ആലോചന പറയുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരൻ താൻ പ്രിയം വെച്ച നാട്ടിലേക്ക് യാത്രയായി, അതിന് യാതൊരുമായ സംശയമില്ല. എന്നാൽ ഇവിടെ കൂടി നമ്മളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇനി അദ്ദേഹത്തെ അല്പസമയം കഴിയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് അദ്ദേഹത്തെ മറവ് ചെയ്യും. പിന്നീട് അദ്ദേഹത്തെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെയ്യണം. സ്തോത്രം. ഞാൻ ഒരിക്കൽ പല പ്രാവശ്യം എയർപോർട്ടിൽ ചെന്നതിന് ശേഷം ചില ആളുകൾ യാത്ര അയച്ചിട്ടുണ്ട് വിദേശ രാജ്യത്ത്. എന്നാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പിന്നൊന്ന് കാണണമെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലണം. അങ്ങോട്ട് ചെന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിയെ പിന്നെ കാണാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ യാത്ര അയക്കും, നമ്മളും അവിടേക്ക് പോകും. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ചിന്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ഒരു ദിവസം മരിക്കും. ഒരു വാക്യം വായിക്കാം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം യോബിൻ്റെ പുസ്തകം 14:14 അറിയാവുന്ന വാക്യമാണ്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുന്നത് വായിച്ചു. കാരണം ബൈബിളിനകത്തുള്ളതാണോ ഇല്ലെന്ന് അറിയണമല്ലോ.
യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? അതിന്റെ ഉത്തരം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് 26-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നീട് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഉത്തരം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്ന് അനേക സംശയമാണ്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിതമുണ്ടോ? മരണവും മരണാനന്തര ജീവിതവും പുനരുത്ഥാനവും ന്യായവിധി എന്ന് പറയുന്ന കാര്യങ്ങൾ ഇത് ക്രൈസ്തവരായിരിക്കുന്ന ആളുകൾ പോലും ചുരുക്കം ചില ആളുകൾ മാത്രമേ പൂർണ്ണമായി വിശ്വസിച്ചതിൽ ആശ്രയിക്കുന്നുണ്ട്. പുസ്തകം വായിക്കുന്നു, പഠിക്കുന്നു, പ്രസംഗങ്ങൾ കേൾക്കുന്നതൊക്കെ തന്നെയും മരണാനന്തര ജീവിതം ഉണ്ടെന്ന് ബൈബിളിൽ പറയുന്നു, ന്യായവിധി ഉണ്ടെന്ന് പറയുന്നു, പുനരുത്ഥാനം ഉണ്ടെന്ന് പറയുന്നു. വായിക്കാം. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. ഇതിനപ്പുറത്തൊരു പ്രത്യാശ നമുക്കില്ല. കർത്താവായ യേശു ക്രിസ്തു സ്വർഗമഹിമകളെ വിട്ട് താഴെ ലോകത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കയില്ല. പൂർണ്ണമായ മരണം സംഭവിക്കുന്നില്ല, മരിച്ചാലും ജീവിക്കും. 1 തെസ്സലോനിക്കർ 4:16 പറയുന്നു, കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരെ ഞാൻ രൂപാന്തരപ്പെട്ട് ആകാശമേഘങ്ങൾ എടുക്കപ്പെടും. ഓരോ ക്രിസ്തു വിശ്വാസത്തിലുള്ള പ്രത്യാശ. നമ്മളും ഇതുപോലെ തന്നെ ഒരു ദിവസം മരിക്കും. മരിച്ചാൽ നിന്റെ നിത്യത, നമ്മൾ എവിടെ കഴിക്കുമെന്ന് ഈ പ്രത്യേകമായ സാഹചര്യത്തിലെങ്കിലും ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണം. നമ്മളും ഞാനും ഇതുപോലെ ഒരു ദിവസം ജീവിച്ചിരിക്കുന്ന സമയത്ത് യേശു വന്നില്ലെങ്കിൽ ഞാനും ഇതുപോലെ ഒരു ദിവസം പെട്ടിയിൽ കിടക്കും. എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവര് മക്കൾ ഒരു വേളം കൂടി നടക്കും. ഒരു ദിവസം ഞാൻ ഉയർത്തു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. വളരെ വ്യക്തമായി തന്നെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണ്. മരണത്തെ ബൈബിളിൽ പറയുമ്പോൾ ലാഭം എന്ന് പറയുന്നുണ്ട്. മരണം ലാഭമാണെന്ന് പറയുന്നുണ്ട്. സാധാരണ ഈ ലാഭം എന്ന് പറയുന്നത് എവിടെയാണ്? ബിസിനസ്സുകാർ അല്ലേ? ബിസിനസ്സുകാരുടെ പദപ്രയോഗമാണ് ലാഭക്കച്ചവടം. കണക്കെല്ലാം തീർക്കുമ്പോൾ ലാഭം. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ അതിന്റെ 1-ാം വാക്യവും അതിന്റെ 10-ാം വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 5:1 അതിന്റെ 10-ാം വാക്യം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. കൂടാരമാകുന്ന നമ്മുടെ ഭൗമഭവനം, ഈ കാണുന്ന നമ്മുടെ ആത്മാവ് വസിക്കുന്നതായ, ജീവൻ വസിക്കുന്നതായ ഈ ശരീരം വിട്ടുപോയാൽ മറ്റൊരു ഭവനം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ പറയുന്നു, വലിയ ബംഗ്ലാവുള്ള വീടുകളോ വലിയ കാറുകളോ ധനസമൃദ്ധിയോ ഇതിലൊന്നുമല്ല കാര്യം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ കൂടാരത്തിൽ നിന്ന് ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ടാൽ എനിക്കൊരു നിത്യഭവനം സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. അതാ ഭാഗ്യം. നീ ദരിദ്രരായിക്കോട്ടെ, ചെറ്റക്കുടലിൽ വസിച്ചോട്ടെ, ഏത് അവസ്ഥയിലും ആയിക്കോട്ടെ, അതാണ് ഭാഗ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം വിട്ടാലും സ്വർഗത്തിലേക്ക് ഭാരമുണ്ടെന്ന് ഞാൻ അറിയുന്നു. അതിന് ഏറ്റവും അവസാനം 10-ാം വാക്യം വായിക്കുമ്പോൾ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവനവൻ ജീവിതത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും തക്കവണ്ണം പ്രാപിക്കും. ഇത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും എന്ന് പറഞ്ഞാൽ, നാളെ രാവിലെ സൂര്യന് ഉദിക്കുമോ ഇല്ലയോ എന്ന് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും സൂര്യന് ഉദിക്കും എന്ന പോലെയുള്ളൂ. അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പകൽ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സമ്മതിക്കും. ഇത് വെള്ളിയാഴ്ചയല്ലേ? ഇന്ന് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സമ്മതിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ യാഥാർത്ഥ്യമായ ഒരു കാര്യം തന്നെയാണ് പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും തക്കവണ്ണം പ്രാപിക്കാൻ അവിടെ പോയി നിൽക്കേണ്ട വരും. ദൈവം ന്യായം വിധിക്കുന്നതിനും കൂടെയാണ്. ഈ സഹോദരൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൈവത്തെ അറിഞ്ഞതിന് ശേഷമായിട്ട് വളരെ മനോഹരമായ ജീവിത സാക്ഷ്യം പുലർത്തുകയും ദൈവസഭയോട് ചെയ്യുന്ന ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് അവൻ്റെ ഒരുങ്ങി കാത്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് ഒരു സംഗീതം വായിക്കാം.
പ്രത്യാശയോടെ മരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഒരുങ്ങിയിരുന്നാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. വേറെ ഒരു കാര്യം, ഒരുപാട് പ്രസംഗത്തിൻ്റെ കാര്യമൊന്നും ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരൻ വളരെ നേരത്തെ തന്നെ, നാൾക്ക് മുമ്പ് തന്നെ രക്ഷാനിർണയം പ്രാപിച്ച അദ്ദേഹത്തിൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. ഈ വേദപുസ്തകത്തിലുണ്ട്. ജീവന്റെ പുസ്തകം തുറക്കും, അതിൽ പേരെഴുതി കാണാത്ത മുഴുവൻ മനുഷ്യരെയും നിത്യമായ നരകത്തിലേക്ക് തള്ളിയിടുമ്പോൾ, പുസ്തകം തുറക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം എഴുതിയപ്പോണ്ട് പുസ്തകം തുറക്കുമ്പോൾ എൻ്റെ പേര് അതിനകത്തുണ്ടെങ്കിൽ, ഉജ്ജപുസ്തകൻ്റെ പേര് അതിനകത്തുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസ്തോത്രം. എൻ്റെ പേര് ജീവന്റെ പുസ്തകം എഴുതപ്പെട്ടപ്പോൾ എൻ്റെ 16-ാമത്തെ വയസ്സിലാണ്. വിളിക്കുന്ന ഓരോ ദൈവദാസന്മാർക്ക് അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ വളരെ പറയാൻ സാധിക്കും. ദൈവസ്തോത്രം. ഏത് സന്ദർഭത്തിൽ നമ്മുടെ ജീവനെ ദൈവം ചോദിച്ചാലും വളരെ പ്രത്യാശയോടെ അത് സ്വീകരിക്കാൻ സാധിക്കും. മരണത്തെ എപ്പോഴും നമ്മൾ സ്വീകരിക്കാൻ സാധിക്കും. കാരണം നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങി കാത്തിരുന്നവരാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ ഞാൻ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവ് അടുക്കാറായി. ഈ കാണുന്ന ഭൂമിയും ഭൂമണ്ഡലം ജനാചരങ്ങളും കോടാനുകോടി വർഷമൊന്നും ഇവിടെ ഉണ്ടാകത്തില്ല. ഏറെ താമസിയാതെല്ലാം തീരും, നമ്മളും തീരും. ഇത്രയും ലളിതമായി പറയാൻ കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മരണത്തെക്കുറിച്ച് ആരും ചിന്തിക്കില്ല. ഞാൻ എൻ്റെ കഴിവ് ഞാൻ കാണിക്കാമെന്ന് പറയാൻ നടക്കുക. ഒറ്റ കഴിഞ്ഞ ഏതാനും 2 മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് സന്തോഷിച്ച് പോയ വ്യക്തികളാണ്. അത്രയുള്ള മനുഷ്യൻ്റെ കാര്യം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർ നമ്മുടെ ജീവിതത്തിൽ ഈ വലിയ ഭാഗ്യത്തിൻ്റെ ഉടമസ്ഥരായി തീരുവാൻ വരുവനായ ദൈവം സഹായിച്ചതിനാൽ നമ്മളെല്ലാവരും ഇതുപോലെ ഒരു സുദിനത്തിനായി ഒരുങ്ങി കാത്തിരിക്കുക എന്നുള്ള, അല്ലാതെ മരിച്ച വ്യക്തിക്ക് വേണ്ടി ഒരു കർമ്മവും ഇവിടെയില്ല. പറയുമ്പോൾ വായിച്ചല്ലോ, ക്രൈസ്തവ ഗോളത്തിലും ക്രൈസ്തവ സഭാവിഭാഗങ്ങളിലും മരണാനന്തരം, മരണത്തിന് ശേഷം ചില സ്ഥാനക്കയറ്റം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥനകളും പണച്ചെലവുകളും പരിപാടിയുണ്ട്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അവിടെ നിൽക്കും. ജീവിച്ചിരുന്നതിന് ശേഷം, നീ മരിച്ചതിന് ശേഷം മക്കളോ കൊച്ചുമക്കളോ എത്ര പണം ചെലവഴിച്ചാലും ഒരു രക്ഷയില്ല. ഇത് ഓർത്തുകൊള്ളണം പ്രിയമുള്ളവരെ, ഇത് ഓർത്തുകൊള്ളണം. ജീവിച്ചിരിക്കുമ്പോൾ രക്ഷാനിർണയം പ്രാപിക്കുക, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി തീരുക, വിശ്വാസ സ്നാനം സ്വീകരിക്കുക, സത്യത്തിലും ആത്മാവിനും ദൈവത്തെ ആരാധിക്കുക. ഇതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. ഈ ഒരുക്കം കർത്താവിൻ്റെ ദാസന് ലഭിച്ചു എന്നുള്ളതാണ് സന്തോഷം. ആകയാൽ വളരെ പ്രത്യാശയോടെ നമ്മൾ ഇപ്പോൾ പുത്തൻകുരിശ് ശബത്തിലേക്ക് പോകാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റിരിക്കാം. എല്ലാവരും എഴുന്നേറ്റിട്ട് ഒരു സംഗീത ഭാഗം വായിക്കും. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ച് ഈ വീട്ടിലുള്ള ശുശ്രൂഷ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.
താളം ധ്വനിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള വലിയ പ്രത്യാശയോടെ ഞങ്ങൾ നിന്റെ മകനെ ഈ ഭൂമിക്ക് ഏൽപ്പിക്കുകയാണ്. അടികളെ പ്രാർത്ഥനകളായി സ്തോത്രം സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗ്ഗപിതാവേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എവരോടും ദുഃഖത്തിലും ആമേൻ. കർത്താവേ പറയണമേ. ആമേൻ. ഓക്കെ.